ഇപ്പോൾ ഫാദർ ടോം ഓലിക്കരോട്ട് കൂടിയുണ്ട്. ഫാദർ ടോം ഓലിക്കരോട്ട് സീറോ മലബാർ സഭ PRO ആണ്. ഫാദർ, നിലവിൽ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഇല്ലാത്ത കുറ്റത്തിൻ്റെ പേരിൽ സംശയം മാത്രം കൊണ്ടാണ് ഈ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തത് എന്ന് ഈ ജാമ്യ വിധിയിലുണ്ട്. പക്ഷേ അവരിനി ഓരോ 2 ആഴ്ച കൂടുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് കൊടുത്ത് അവർ ഹാജർ വെച്ച് തിരിച്ചു വരണം. ഒന്നാലോചിച്ച് നോക്കൂ, വൈദിക വേഷത്തിൽ അല്ലെങ്കിൽ പുരോഹിത വേഷത്തിൽ, കന്യാസ്ത്രീ വേഷത്തിലൊക്കെ ഒരു ജയിലിൽ പോയി കുറ്റവാളി എന്ന മട്ടിൽ പോയി ഒപ്പിട്ട് തിരിച്ചു വരേണ്ടി വരുന്ന ഇവരുടെ അവസ്ഥ അത് ആശങ്കയുണ്ടാക്കുന്നില്ലേ? നമ്പർ 1. നമ്പർ 2, എത്രയും പെട്ടെന്ന് ഈ കേസ് ക്വാഷ് ചെയ്യുകയല്ലേ ആവശ്യം? ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ്? ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കത്തോലിക്ക സഭയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, നൊവേന അല്ലെങ്കിൽ നവനാൾ എന്നറിയപ്പെടുന്നു. ഞാൻ പറയുകയാണ്, നമ്മുടെ 2 സഹോദരിമാർ സന്യസ്തർ കഴിഞ്ഞ 9 ദിവസങ്ങളായിട്ട് നമ്മുടെ മതേതര ഭാരതത്തിന് ബാധിച്ച മാരകമായ വർഗീയതയുടെ രോഗം സുഖപ്പെടുന്നതിന് വേണ്ടി ദുർഗ സെൻട്രൽ ജയിലിലെ കാരാഗ്രഹത്തിൽ ഒരു നവനാൾ പ്രാർത്ഥനയിലായിരുന്നു. അവരിന്ന് ജയിൽ മോചിതരായി. ആ പ്രാർത്ഥന, അവരുടെ തടവുകാലം, ഈ ഒരു ജീവിതം ഭാരതത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിട്ട് മാറുമെന്നുള്ള വലിയൊരു വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു വാക്ക് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ പേരിലുള്ള ഒരു കൃതജ്ഞത അറിയിക്കാനും കൂടി അവസരം ഉപയോഗിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട്, നേതാക്കന്മാരോട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അവരുടെ ഇടപെടലുകൾക്ക്, സഹായത്തിന് ആ കുടുംബാംഗങ്ങളോട് ചേർന്ന് നന്ദി പറയുന്നു. അതുപോലെ നിങ്ങൾ മാധ്യമങ്ങൾ ആരംഭം മുതൽ, റിപ്പോർട്ടർ TV ഒക്കെ ആണെങ്കിൽ അവിടെ വളരെ ദുഷ്കരമായ സാഹചര്യത്തിൽ അവിടെ മാധ്യമ പ്രവർത്തകരെ അവിടേക്ക് അയക്കുകയും ഈ 9 ദിവസങ്ങൾ നിങ്ങൾ ഈ ഒരു വിഷയം ദേശീയ ശ്രദ്ധയിൽ തന്നെ നിലനിർത്തി. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായിട്ടുള്ള മാധ്യമം ആ ഒരു വലിയ ജാഗ്രത കാണിച്ചതുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും നിതാന്ത ജാഗ്രതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഒരു പൊതുസമൂഹമുണ്ട്. ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു വിഷയമായിട്ടല്ല അവർ പരിഗണിച്ചത്, മറിച്ച് ഇത് ഭാരതത്തിൻ്റെ മതേതരത്വത്തിന്, യശസ്സിന് മങ്ങലേറ്റ ഒരു സംഭവമായിട്ട് കരുതി ആ ഒരു പൊതുസമൂഹത്തിൻ്റെ വികാരം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചില കുറിപ്പുകളിലൂടെ കണ്ടു. എഴുത്തുകാരനായ KS രതീഷിൻ്റെ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുടെ, നിങ്ങൾ ഡോക്ടർ അരുൺ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ നിലപാടുകളിലൂടെ നമ്മളത് കണ്ടു. ആ നിലപാടുകൾ, അഭിപ്രായങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൻ്റെ പരിച്ഛേദമായിരുന്നു. നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഡോക്ടർ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ചില സംഭവങ്ങൾ നടന്നു. നമുക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നീതി ലഭിച്ചിട്ടില്ല. ആശ്വസിക്കാം, പക്ഷേ സന്തോഷിക്കാനുള്ള വഴി ഇനിയും അകലെയാണ്. കാരണം ഭാരതീയ ന്യായ സംഹിതൻ്റെ 143-ാം വകുപ്പ് പ്രകാരവും അതുപോലെ 1968-ലെ മതപരിവർത്തന നിരോധന ബില്ലിൻ്റെ സെക്ഷൻ പ്രകാരമൊക്കെയുള്ള കേസുകൾ അവശേഷിക്കുകയാണ്. മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള പോലെ NIA കോടതിയിലാണ്. 50,000 രൂപയും ആൾജാമ്യവും പാസ്പോർട്ടും ഒക്കെ അടക്കം കെട്ടിവെച്ചിട്ടാണ് അവർ പുറത്തിറങ്ങിയിരിക്കുന്നത്. വളരെ സങ്കീർണമായ നിയമ നടപടികൾ അവർക്ക് മുമ്പിലുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യമുണ്ട്, ഇത് വളരെ ദുരുപദിഷ്ഠിതമായി ചമയ്ക്കപ്പെട്ട ഒരു കുറ്റപത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സീറോ മലബാർ സഭയുടെ ഭാരതത്തിലെ പൊതുസമൂഹത്തോട് ചേർന്നിട്ടുള്ള ആദ്യത്തെ ആവശ്യം, നിങ്ങളുടെ എല്ലാം പിന്തുണ ചോദിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ആവശ്യം, ഈ കുറ്റപത്രം തികഞ്ഞ ദുരുപദിഷ്ഠിതമായ രാഷ്ട്രീയ ലാക്കുള്ള വർഗീയ ശക്തികളുടെ പ്രേരണയ്ക്ക് വശംവദമായിട്ടുള്ള ഈ കുറ്റപത്രം റദ്ദ് ചെയ്യപ്പെടണമെന്നുള്ളതാണ്. രണ്ടാമത്, നീതി ഉറപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ 9 ദിവസങ്ങൾ നിരപരാധികളായ 2 സന്യസ്തർ, ഒരു കുറ്റവും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരൻ, അവർ ജയിലിലായിരുന്നു. അവർ നന്മ ചെയ്തു എന്നുള്ളതാണ് അവർ ചെയ്ത കാര്യം. ഞാൻ വായിച്ചതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഏകദേശം 400ഓളം കുഷ്ഠരോഗികൾ, എയ്ഡ്സ് രോഗികൾ, ക്ഷയരോഗികൾ, ഇങ്ങനെയുള്ള ആളുകളെ ശുശ്രൂഷിച്ചിരുന്ന സ്ഥാപനങ്ങൾ ഈ സിസ്റ്റേഴ്സ് അവിടെ നടത്തിയിട്ടുണ്ട്. ഇവർ 2 പേരും ഫാർമസിസ്റ്റുകളാണ്. ഒരു മൊബൈൽ ഫാർമസി എന്ന് വേണമെങ്കിൽ പറയാം. മരുന്ന് പെട്ടികളുമായി ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നു ചെന്ന് ഈ പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിച്ച മനുഷ്യരെയാണ് 9 ദിവസം ഒരു ഗവൺമെന്റ്, അതിൻ്റെ പോലീസ്, നിയമ സംവിധാനങ്ങൾ യാതൊരു തത്വദീക്ഷയുമില്ലാതെ ജയിലിൽ അടച്ചിരിക്കുന്നത്. നീതി ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അനീതിക്ക് കാരണക്കാരായ എല്ലാ സംവിധാനവും, ഗവൺമെന്റിന്റെ സിസ്റ്റമാവട്ടെ, അതിനെ ആരവം കൊണ്ടോ അല്ലെങ്കിൽ ആൾബലം കൊണ്ടോ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളാവട്ടെ, അതിൻ്റെ പ്രവർത്തകരാവട്ടെ, അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ 2 കാര്യങ്ങൾ ഉറപ്പാകുമ്പോഴാണ്
സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ട ഒരു പരിതോവസ്ഥ ഉത്തരേന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ഉറപ്പാകുമ്പോഴാണ് നമുക്ക് നീതി ലഭിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭയുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല, മതേതര സമൂഹത്തിന്റെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ലക്ഷ്യം കാണുന്നത് വരെ നമ്മൾ പോരാടേണ്ടിയിരിക്കുന്നു. ആ പോരാട്ടത്തിൽ മാധ്യമങ്ങളുടെ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ, പൊതുസമൂഹത്തിന്റെ ഒരു സർവ്വ മനസ്സോടുകൂടിയുള്ള പിന്തുണ ഇവിടെ അഭ്യർത്ഥിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഡോക്ടർ. ഫാദർ ടോം ഓലിക്കരോട്ട്, യഥാർത്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ജയിലടയ്ക്കപ്പെട്ടത് ഭരണഘടനയാണ് എന്നാണ്. വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ തടവിലാക്കപ്പെട്ടത് 9 ദിവസമായി ദൈവത്തിൻ്റെ മാലാഖമാരാണ് എന്നുള്ളതാണ്. അവരുടെ പ്രവൃത്തികൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കണ്ടു. ആ ചിത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കോടതി തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. Debate with Dr. Arun Kumar.